രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമ രാമ പാഹി മാം രാമ രാമ പാഹി മാം രാമ രാമ പാഹി മാം രാമ രാമ പാഹി മാം. ശ്രദ്ധാഭക്തി വിശ്വാസങ്ങളോടുകൂടി നാം എല്ലാം കാത്തിരുന്ന അസുലഭമായ ആനന്ദത്തിൻ്റെ ദിവ്യമുഹൂർത്തമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേകം. നമ്മുടെയെല്ലാം ഹൃദയത്തിൻ്റെ ഉള്ളിനുള്ളിൽ കുടികൊള്ളുന്ന ആ പരമാനന്ദമൂർത്തിയെ നാം തന്നെയാണ് എന്ന് തിരിച്ചറിയുന്ന അസുലഭമായ നിമിഷമാണ് ശ്രീരാമ പട്ടാഭിഷേകമെന്ന് രാമായണ കർത്താവ് നമ്മോട് പറയുന്നത്. സുഗ്രീവനോടു പറഞ്ഞു ഭരതനും, അഗ്രജനിപ്പോൾ അഭിഷേക കർമ്മവും മംഗളമാറു നീ കഴിച്ചിടണം. അംഗദനാദികളോടും യഥാവിധി 4 സമുദ്രത്തിലും ചെന്നു തീർത്ഥവും കാലേ വരുത്തുക മുമ്പിനാർ വേണ്ടതും. എങ്കിലോ ജാംബവാനും മരുൾപുത്രനും അംഗദൻ താനും സുഷേണനും വൈകാതെ സ്വർണകലശങ്ങൾ തന്നിൽ മലയജപർണേന വായ്കെട്ടി വാരിയും പൂരിച്ചു കൊണ്ടുവരിക എന്നയച്ചോരളവർ കൊണ്ടുവന്നിടിനാരങ്ങനെ സത്വരം. പുണ്യനദീജലം പുഷ്കരമാദിയാം അന്യതീർത്ഥങ്ങളിലുള്ള സലിലവും ഒക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കടവൃന്ദം വരുത്തിനാർ തൽക്ഷണേ. ശത്രുഘ്നനുമമാത്യൗഘവുമായി മറ്റു ശുദ്ധ പദാർത്ഥങ്ങൾ സംഭരിച്ചിടിനാർ. രത്നസിംഹാസനെ രാമനെയും ചേർത്തു പത്നിയെയും വാമഭാഗേ വിനിവേശ്യ വാമദേവൻ മുനിജാബാലി ഗൗതമൻ വാൽമീകി എന്നിവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തിതു. മാരുതൻ കയ്യിൽ കൊടുത്തയച്ചാൻ ദിവ്യഹാരം മഹേന്ദ്രൻ മനുകുലനാഥനു സർവരത്നോജ്വലമായ ഹാരം പുനരുർവീശ്വരനും അലങ്കരിച്ചിടിനാൻ. ദേവഗന്ധർവയക്ഷാപ്സരോ വൃന്ദവും ദേവദേവേശ്വരനെ ഭജിച്ചിടിനാർ. പൂർണ്ണഭക്ത്യാ പുഷ്പവൃഷ്ടിയും ചെയ്തു കാരുണ്യനിധിയെ ഭജിച്ചിതെല്ലാവരും. രാമായ ശക്തിയുക്തായ നമോ നമഃ. രാമായ ശക്തിയുക്തായ നമോ നമഃ. ശ്യാമളകോമളരൂപായ തേ നമഃ.
കുണ്ടലിനാഥതൽപ്പായ നമോ നമഃ കുണ്ടലമണ്ഡിതഗണ്ഡായ തേ നമഃ ശ്രീരാമദേവായ സിംഹാസനസ്ഥായ ഹാരകിരീടധരായ നമോ നമഃ ആദിമധ്യാന്തഹീനായ നമോ നമോ വേദസ്വരൂപായ രാമായ തേ നമഃ വേദാന്തവേദ്യായ വിഷ്ണവേ തേ നമോ വേദജ്ഞവന്ദ്യായ നിത്യായ തേ നമഃ. കർക്കടക മാസത്തിലെ ഈ കഴിഞ്ഞ 30 ദിവസങ്ങളിൽ ആയിട്ട് നാം ശ്രീരാമചന്ദ്രൻ്റെ പരമപവിത്രമായ ജീവിതകഥയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ആധ്യാത്മികമായ വികാസമാണതിൻ്റെ ഫലം. രാമായണം ആരാണോ പഠിക്കുന്നത്, രാമായണം ആരാണോ ഉൾക്കൊള്ളുന്നത്, അവർക്കെല്ലാം മുക്തി സിദ്ധിക്കും, അതിലില്ല സംശയം എന്ന് എഴുത്തച്ഛൻ വളരെ സ്പഷ്ടമായിട്ട് നമ്മോട് വിളിച്ചു പറയുന്നു. എന്ന് മാത്രമല്ല, ഈ രാമായണ പാരായണം കൊണ്ട്, രാമായണം പഠിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ തുറകളും ഒരുപോലെ തന്നെ ആനന്ദമയമായി തീരുന്നു. ശ്രീരാമചന്ദ്രൻ്റെ രാജ്യഭാരത്തിൻ്റെ ഫലവും അത് തന്നെയാണ്. കൃതമെന്നും ത്രേതയെന്നും ദ്വാപരമെന്നും കലിയെന്നും 4 യുഗങ്ങൾ സ്വാഭാവികമായി മാറി വരുമെങ്കിലും കലിയുഗത്തിൻ്റെ നടുവിലും കൃതയുഗത്തെ ഉണ്ടാക്കുവാൻ സാധിക്കും. നമ്മുടെ മനസ്സ് രാമസങ്കല്പം കൊണ്ട് നിറഞ്ഞതാണ് എങ്കിൽ, അതേപോലെ തന്നെ ത്രേതയുടെ നടുവിലും കൃതയുഗത്തെ നിർമ്മിക്കുവാനായി സാധിക്കും. അങ്ങനെ ത്രേതായുഗത്തിൻ്റെ അവസാനം കൃതയുഗത്തെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്ന മഹാനായിട്ടുള്ള ചക്രവർത്തിയായിരുന്നു ശ്രീരാമചന്ദ്രൻ. അതിൻ്റെ ആ സ്വഭാവം ശ്രീരാമചന്ദ്രൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും നാം കാണുകയായിരുന്നല്ലോ. ആ സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹബന്ധം, അച്ഛൻ്റെ സത്യം പരിപാലിക്കാൻ വേണ്ടിയിട്ട് സിംഹാസനം, തനിക്ക് അവകാശപ്പെട്ട സിംഹാസനം മൺകട്ട പോലെ വലിച്ചെറിഞ്ഞിട്ട് കാട്ടിലേക്ക് പോകുന്ന ശ്രീരാമചന്ദ്രൻ, തൻ്റെ ജ്യേഷ്ഠൻ കാട്ടിലേക്ക് പോകുന്നു എന്നറിഞ്ഞിട്ട് ആരും ആവശ്യപ്പെടാതെ തന്നെ ജ്യേഷ്ഠനെ സുഖത്തിലും ദുഃഖത്തിലും പിന്തുടരാൻ, ജ്യേഷ്ഠനെ സംരക്ഷിക്കാൻ, ജ്യേഷ്ഠന് സഹായിയായി എപ്പോഴും നിൽക്കാൻ കാട്ടിലേക്ക് പുറപ്പെട്ട ലക്ഷ്മണൻ എന്നുള്ള അനുജൻ 14 വർഷക്കാലം ഒരു നിമിഷം പോലും ഉറങ്ങാതെ പുലച്ച വില്ലുമായിട്ട് രാമൻ്റെ പർണശാലയ്ക്ക് മുന്നിൽ കാവൽ നിന്ന ആ അനുജൻ്റെ ആ ത്യാഗം, അതേപോലെ തന്നെ തനിക്ക് അവിചാരിതമായി ലഭിച്ചതായ നാട്, അത് വീണ്ടും ജ്യേഷ്ഠൻ്റെ പാദങ്ങളിൽ കൊണ്ടുപോയി സമർപ്പിക്കുന്ന ഭരതൻ എന്നു പേരായ അനുജൻ. ജ്യേഷ്ഠൻ നാട്ടിലേക്ക് ഉടൻ മടങ്ങി വരില്ല, 14 വർഷം കഴിഞ്ഞേ വരൂ എന്ന് നിർബന്ധം പിടിച്ച് പറഞ്ഞ അവസരത്തിൽ ജ്യേഷ്ഠൻ്റെ പാതകങ്ങളെ സിംഹാസനത്തിൽ വെച്ച് പട്ടാഭിഷേകം ചെയ്ത ശേഷം ജ്യേഷ്ഠൻ്റെ ദാസനായിട്ട്, ജ്യേഷ്ഠൻ്റെ ആൾപ്പേരായിട്ട് മാത്രം നാടുവാണ് ഭരതൻ എന്നുള്ള ആ അനുജൻ. ജ്യേഷ്ഠൻ മടങ്ങി വരാൻ വേണ്ടി കാത്തിരുന്ന ആ അനുജൻ, ജ്യേഷ്ഠൻ മടങ്ങി വരുന്ന മാത്രയിൽ തൻ്റെ കയ്യിൽ ലഭിച്ചതായ നാടിനെ 10 മടങ്ങ് സമ്പൽ സമൃദ്ധമാക്കിയിട്ട് ജ്യേഷ്ഠൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ച ഭരതൻ എന്നുള്ള അനുജൻ. ആ ഭരതനെ എല്ലാ പ്രകാരത്തിലും ആനന്ദത്തോടു കൂടിയിട്ട്, ത്യാഗസമ്പൂർണമായ മനസ്സോടു കൂടിയിട്ട് പിന്തുടർന്ന ശത്രുഘ്നൻ എന്നുള്ള അനുജൻ. അങ്ങനെയുള്ള ആ 4 സഹോദരന്മാരുടേതായ കുടുംബബന്ധം, അതേപോലെ ഭർത്താവിനെ സുഖത്തിലും ദുഃഖത്തിലും അനുഗമിച്ച സീത എന്നു പേരായ സതീരത്നം, അതേ പ്രകാരത്തിൽ വീട്ടിലിരുന്നു കൊണ്ട് ഭർത്താവിൻ്റെ അച്ഛനമ്മമാരെ ശുശ്രൂഷിച്ചുകൊണ്ട് പത്നീവ്രതം അനുഷ്ഠിച്ച ഊർമിള എന്നുള്ള ആ സതീരത്നം, സ്വന്തം ഭർത്താക്കന്മാർ നന്ദിഗ്രാമത്തിൽ സന്യാസവൃത്തിയായി കഴിയുന്ന അവസരത്തിൽ അവരുടെ പാദങ്ങളെ പിന്തുടർന്നുകൊണ്ട് കൊട്ടാരത്തിനുള്ളിലിരുന്നു കൊണ്ട് സന്യാസവൃത്തി അനുഷ്ഠിച്ച മാണ്ഡവിയും ശ്രുതകീർത്തിയും, അങ്ങനെയുള്ള ആ 4 സഹോദരിമാരുടെ ആ മനസ്സിൻ്റെ സംയമം, ഇങ്ങനെയുള്ള കുടുംബമാണ് രാമകുടുംബം. ആ രാമകുടുംബം എപ്പോഴാണോ നമ്മുടെ ഹൃദയത്തിൽ ഉറയ്ക്കുന്നത്, നമ്മുടെ ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ ഉറയ്ക്കുന്നത്, അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ശ്രീരാമൻ്റെ പട്ടാഭിഷേകം നടക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ആനന്ദമുണ്ടാകുന്നു. മൈത്രീകരം ധനധാന്യ വൃദ്ധിപ്രദം ശത്രുവിനാശനം ആരോഗ്യവർദ്ധനം എന്ന് എഴുത്തച്ഛൻ ഈ രാമകഥയെ നമ്മുടെ മുന്നിൽ പ്രകീർത്തിക്കുന്നത് അതുകൊണ്ടാണ്. എപ്പോഴാണോ ഈ രാമകഥ നാം ഉൾക്കൊള്ളുന്നത്, അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ടാകുന്നു, പരസ്പരം വിശ്വാസമുണ്ടാകുന്നു. രാമലക്ഷ്മണന്മാരും ഭരതശത്രുഘ്നന്മാരും സീതയും ഊർമിളയും ആണ്ഡവിയും ശ്രുതകീർത്തിയും ഏതു പ്രകാരത്തിലാണോ പരസ്പരം സ്നേഹിച്ചത്, പരസ്പരം ആദരവ് പകർന്നത്, അതേ പ്രകാരത്തിൽ നാം എല്ലാം, ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും, സമസ്ത മനുഷ്യരും സമസ്ത ജീവരാശിയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്നു. ഇപ്പോഴാകട്ടെ നാം ഓരോരുത്തരും നമുക്ക് വേണ്ടി ജീവിക്കുകയാണ്. അതിനുവേണ്ടി ബാക്കി ആരുടെ നേരെയും
ഹിംസയുടേതായ സങ്കല്പങ്ങൾ പ്രയോഗിക്കാൻ മനുഷ്യർ പലപ്പോഴും ജാഗരൂകരാണ്. എന്നാൽ എപ്പോഴാണോ ഓരോ മനുഷ്യരും മറ്റെല്ലാവർക്കും വേണ്ടി ജീവിക്കുന്നത്, ആ അവസരത്തിൽ രാമയുഗമുണ്ടാകുന്നു, കൃതയുഗമുണ്ടാകുന്നു. അതാണ് മൈത്രീകരമാണ് രാമൻ്റെ കഥ. അതുപോലെ തന്നെ ധനധാന്യ വൃദ്ധിപ്രദമാണ് രാമൻ്റെ കഥ. അതുകൊണ്ടുണ്ടാകുന്ന ഐശ്വര്യമാണ്, അതുകൊണ്ടുണ്ടാകുന്ന ശ്രേയസ്സാണ് പരസ്പരമായ സഹവർത്തിത്വം, പരസ്പരമായ സഹകരണം, പരസ്പരമായ വിശ്വാസം, എല്ലാം ഒന്നു തന്നെയാണെന്നുള്ള അനുഭവജ്ഞാനം. അതുകൊണ്ട് അന്യോന്യ പോഷണത്തിലൂടെ ധനധാന്യങ്ങളുടെ അഭിവൃദ്ധി ഉണ്ടാകുന്നു. ശത്രുക്കൾ ഇല്ലാതായിത്തീരുന്നു. ശത്രുവിനെ വില്ലുകൊണ്ട് സംഹരിച്ചിട്ടല്ല, ശത്രുവിനെ ആയുധം കൊണ്ട് സംഹരിച്ചിട്ടല്ല, ശത്രു എന്നുള്ള സങ്കല്പം തന്നെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതായിത്തീരുന്നു. അങ്ങനെ സമസ്ത ചരാചരങ്ങൾക്കും ശ്രേയസ്സുണ്ടാകുന്നു. നാം രാമായണം വായിക്കുമ്പോൾ, രാമായണം ഉൾക്കൊള്ളുമ്പോൾ യഥാർത്ഥത്തിൽ രാമൻ്റെ ജീവിതം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ നാട്ടിലും സംഭവിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ കർക്കടക മാസത്തിൽ നാം രാമകഥ വായിച്ചു കൊണ്ടിരുന്നത്, രാമകഥയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നത്, രാമകഥ ഉൾക്കൊള്ളാനായി ശ്രമിച്ചു കൊണ്ടിരുന്നത്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലും ഒരു വർഷം മുഴുവനും, ജീവിതം മുഴുവനും രാമകഥ ഉൾക്കൊള്ളുവാൻ വേണ്ടി ഇതേ പ്രകാരത്തിൽ നമുക്ക് രാമായണം പാരായണം ചെയ്യാം, രാമായണത്തെക്കുറിച്ച് ചർച്ച നടത്താം, രാമനെ ഹൃദയത്തിൽ നമുക്ക് പ്രതിഷ്ഠിക്കാം. ജയ് സീതാറാം.